ഒരു സുപ്രധാന വാർത്ത കൂടി. അമ്മയുടെ പ്രസിഡന്റായി നടി ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് ദേവനെ പിന്തള്ളിയാണ് ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും ആകെ സിനിമാ ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വിഷയമാണ്. ഇതിൽ ആര് ജയിക്കും എന്നുള്ളത്. സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ AMMയുടെ തലപ്പത്തേക്ക് ഒരു വനിത ഇത് ആദ്യമായി എത്തിയിരിക്കുകയാണ്. നടി ശ്വേതാ മേനോനാണ് നടൻ ദേവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നത്. അഭിനേതാക്കളുടെ സംഘടനയായ AMMയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ഒരു നടി എത്തുന്നു. നടി ശ്വേതാ മേനോനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആവേശോജ്വലമായ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായി സിനിമാ സംഘടനയുടെ തലപ്പത്തേക്ക്, അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുമോ എന്നുള്ള വലിയ ആശങ്കകളുണ്ടായിരുന്നു, ആകാംക്ഷയുണ്ടായിരുന്നു. ആ ആകാംക്ഷയ്ക്ക് ഇപ്പോൾ വിരാമമായിരിക്കുന്നു. AMMയുടെ തലപ്പത്തേക്ക്, AMMയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടി ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുന്നു. ഭവ്യ പാർവതിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഭവ്യ, ആജ്ഞ രവീന്ദ്രനാണ് ചേരുന്നത്. ആജ്ഞ, വലിയ ആളുകൾ കാത്തിരുന്ന, ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. രണ്ടുപേർക്കും എത്ര വോട്ട് വീതം കിട്ടി എന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ AMMയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടി ശ്വേതാ മേനോൻ എത്തിയിരിക്കുകയാണ്. ശ്വേതാ മേനോനും മറുഭാഗത്ത് നടൻ ദേവനുമാണ് മത്സരിച്ചിരുന്നത്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിൽ, ഇങ്ങനെ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. AMMയ്ക്കെതിരെയൊക്കെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന സംഘടനയാണ്. സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരടക്കം രാജ്യത്തിലേക്കടക്കം നീങ്ങേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. സുപ്രധാനമായ മലയാള സിനിമയും മലയാളികളുടെ ജീവിതത്തെയും ഒക്കെ വളരെയേറെ സ്വാധീനിച്ച സുപ്രധാനമായ ഒരു കേസിലടക്കം ഈ സംഘടനയുടെ തലപ്പത്തിരുന്നവരെടുത്ത നിലപാടുകളെക്കുറിച്ചൊക്കെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്ന ഘട്ടമുണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഒരു വനിത AMMയുടെ തലപ്പത്തേക്കെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു പുരുഷനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നടി ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? യെസ്, അതാണ് ഏറ്റവും പ്രധാനം കിരൺ. ഇതിൽ 31 വർഷം പിന്നിടുന്ന മലയാളത്തിലെ താരസംഘടന അമ്മയ്ക്ക് ഒരു പുതിയ നേതൃത്വം വരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ തലപ്പത്തേക്ക് ഒരു വനിത അതിൻ്റെ പ്രസിഡന്റായി വരുന്നു എന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മ എന്ന സംഘടനയെ സംബന്ധിച്ച് ഒരു പുതുചരിത്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ തരത്തിലുള്ള പ്രത്യേകത തന്നെയാണ്. ശ്വേതാ മേനോൻ അമ്മയെ നയിക്കും. അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖ നടൻ ദേവനായിരുന്നു എതിരാളി. ദേവനെ പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ശ്വേതാ മേനോന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. സുപ്രധാനമായ ഒരു നീക്കമാണ്. അമ്മയിൽ ഏകദേശം 263 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരം. അതിൻ്റെ അന്തിമ കണക്ക് പുറത്തു വരാനിരിക്കുന്നു. എന്തായാലും ദേവനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ അമ്മ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും വിവാദമാക്കിയത് ശ്വേതാ മേനോനെതിരെ അവസാന ഘട്ടത്തിൽ നടന്ന ചില വ്യക്തിപരമായ ആക്രമണങ്ങളാണ്, വലിയ പരാമർശങ്ങളാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ശ്വേതാ മേനോൻ താരസംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ സിനിമാ മേഖലയിലുണ്ടായ വലിയ വിവാദങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, മുഖ്യതാരങ്ങൾ ഇടപെടുന്നില്ല, അങ്ങനെ നിരവധി വിവാദങ്ങൾ താരസംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. അങ്ങനെ വിവാദമായിരുന്ന ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത തന്നെ എത്തുന്നു എന്ന ഏറെ പ്രത്യേകതയുള്ള തീരുമാനം. ശ്വേതാ മേനോൻ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നു. അമ്മയുടെ പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് അടുത്ത തീരുമാനം വരേണ്ടത്. വളരെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. കാരണം കുക്കു പരമേശ്വരനും ഒപ്പം തന്നെ നടൻ രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കപ്പെട്ടത്. കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ വളരെ സുപ്രധാനമായ 2 പോസ്റ്റുകളിൽ, താരസംഘടനയുടെ നിർണായകമായ 2 പോസ്റ്റുകളിൽ 2 വനിതകൾ എന്ന സുപ്രധാനമായ തീരുമാനം വരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കും. ആദ്യമായി ഈ സംഘടനയുടെ തലപ്പത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും എത്തുന്നതോടുകൂടി തന്നെ ഈ സംഘടനയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം, ഇത് പുരുഷാധിപത്യ സംഘടനയാണ്, നടികളെ പരിഗണിച്ചിരുന്നില്ല, നടികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ പോലും വേണ്ട രീതിയിൽ ചെറുത്തിരുന്നില്ല എന്നുള്ള, അതിന് ബദലായിക്കൊണ്ട് മറ്റ് സംഘടനയിലേക്കടക്കം
പ്രധാനപ്പെട്ട നടികളടക്കം പോകുന്ന അവസ്ഥയടക്കമുണ്ടായി. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ സംഘടനയുടെ തലപ്പത്തേക്ക് 2 വനിതകൾ, അതും മലയാള സിനിമയിലെ സുപ്രധാനമായ 2 നടികൾ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും എത്തുന്നു. മറ്റു സ്ഥാനങ്ങളിലേക്കുള്ള ഫലങ്ങളും വന്നു തുടങ്ങിയോ? ആജ്ഞ രവീന്ദ്രന് പറയാം. കിരൺ, അമ്മയിലെ വോട്ടെണ്ണൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കായിരിക്കണം. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം ഉണ്ടാവും. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയിലെ 2 സുപ്രധാന പോസ്റ്റുകളിലേക്ക് അത് കീ പോസ്റ്റുകൾ എന്ന് പറയപ്പെടുന്ന പ്രസിഡന്റും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും 2 വനിതകളെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം. കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനുമാണ്. ഈ 2 പേരും മത്സര രംഗത്തുണ്ടായിരുന്ന സമയത്ത് 2 പേർക്കെതിരെയും വന്നിരുന്ന ആരോപണങ്ങൾ അതിശക്തമായ ആരോപണങ്ങളാണ് 2 പേർക്കെതിരെയും ഉണ്ടായിരുന്നത്. ശ്വേതാ മേനോനെതിരെ കോടതി വരെ ഇടപെടേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായി. എന്നിരുന്നാൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതീവ ജാഗ്രതയോടുകൂടി തന്നെ കേരളം ശരിക്കും ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെ തന്നെ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി നോക്കിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും അതിന് ഇപ്പോൾ ഒരു അങ്ങേയറ്റം വലിയ മത്സരത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ദേവനെ തോൽപ്പിച്ച ശേഷമാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കുക്കു പരമേശ്വരൻ രവീന്ദ്രനായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരന്റെ എതിർ സ്ഥാനാർത്ഥി. ഉണ്ണി ശിവപാലാണ് ട്രഷറർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രനായിരുന്നു മത്സരിച്ചിരുന്നത്. ഈ 3 പേരുമാണ് പ്രധാനമായും അമ്മയുടെ കീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അമ്മ ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള ആളുകളുടെ ഭാരവാഹികളുള്ള ആളുകൾ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാരവാഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 3 പേരുമാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും അമ്മയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യഥാക്രമം ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അതുപോലെ ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്കുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വലിയ മത്സരമായിരുന്നു നടന്നത്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷം പോൾ ചെയ്തതിനേക്കാൾ 12% വോട്ടുകൾ കുറവായിരുന്നു എന്നാണ്. 506 വോട്ടുകളാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടായിരുന്നത്. അതിൽ 200 സംതിങ് വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു ഇതുകൂടിയാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളത്. പലരും പല ഇടങ്ങളിലായി പല പ്രമുഖരും, മമ്മൂട്ടി, മഞ്ജു വാര്യർ, അതുപോലെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെയുള്ള നടന്മാരുടെയും നടിമാരുടെയും നിരകൾ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ നേരത്തെ തന്നെ ഈ ഒരു ആശങ്ക പലരും പങ്കുവച്ചിരുന്നതാണ്. കാരണം ഇത്തരത്തിൽ എല്ലാവരും എത്താതെ വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളുകളുടെ മാത്രം തെരഞ്ഞെടുപ്പായി മാറുമെന്നുള്ള ആശങ്ക നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. അന്ന് കണക്കിലെടുത്തത് 150 പേരോളം എത്തുമെന്നായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വലിയ സംഖ്യ ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവാണ്. എന്നിരുന്നാൽ പോലും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് 2 വനിതകൾ വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അമ്മയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പ്രത്യേകിച്ചും സിനിമാ മേഖലയിലെ സ്ത്രീകൾ പലതരത്തിലുള്ള ആരോപണങ്ങളുമായി, ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഇടപെടലുകളിൽ അമ്മ പരാജയപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ ഭരണസമിതി അന്ന് പിരിച്ചുവിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ആണ് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നത്. അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ച ശേഷം വീണ്ടും അടിയന്തരമായ തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്കായിരുന്നു വന്നിരുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ എന്തായാലും അതിന് ഒരു അവസാനം എന്ന് വേണം പറയാൻ. ഒരു അവസാന ഇനി ഏതെല്ലാം സ്ഥാനത്തേക്കുള്ള ഫലമാണ് പുറത്തു വരാനുള്ളത്? 2 വൈസ് പ്രസിഡന്റുമാരുടെ സ്ഥാനത്തേക്ക് ഉള്ള അത് 3 പേരാണ് മത്സര രംഗത്തുള്ളത്. അതിൽ 2 പേരായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത് ലീഡിംഗ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതുപോലെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരത്തെ കഴിഞ്ഞിരുന്നു. അത് അൻസുബാസിനെതിരില്ലാതെ ജയിച്ചിരുന്നു. ഇനി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ തന്നെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമുള്ള ആളുകളെ പറ്റിയാണ് ഇനി അതിൽ വ്യക്തത വരാനുള്ളത്. ഈ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് എത്ര പേരെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്? എത്ര പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്? എന്തായാലും മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ AMMയുടെ തലപ്പത്തേക്ക് 2 വനിതകൾ എത്തിയിരിക്കുന്നു.
പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനുമാണ് എത്തിയിരിക്കുന്നത്. ഈ സിനിമാ സംഘടനയുടെ ചരിത്രത്തിലെ 31 വർഷം നീളുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് വനിതകൾ, ഒരു വനിത പോലും ഇതുവരെയും ഈ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിട്ടില്ല. ഇതാദ്യമായി സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനവും സെക്രട്ടറി സ്ഥാനത്തും രണ്ട് വനിതകൾ എത്തുന്നു. ഒന്ന് ശ്വേതാ മേനോൻ, രണ്ട് കുക്കു പരമേശ്വരൻ. മലയാളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖരായ രണ്ട് നടികൾ തന്നെയാണ് എത്തുന്നത്. രണ്ടുപേർ അങ്ങനെ ഈ സംഘടനയെ നയിക്കുന്നു. ഇനി മലയാള സിനിമയെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ നയിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ AMMAയുടെ തലപ്പത്തേക്ക് ഇതാ രണ്ട് വനിതകൾ എത്തിയിരിക്കുന്നു. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും.